എല്ലാവർക്കും നമസ്കാരം. മോനിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന പണ്ട് കാലത്തൊക്കെ നാട്ടിൻപുറങ്ങളിലും നമ്മുടെ പാതയോരത്തൊക്കെ ഒരുപാട് കണ്ടുവന്നിരുന്നൊരു ഔഷധ ചെടിയാണ്. പക്ഷേ അന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു ഇത് ഔഷധ ചെടിയാണെന്നുള്ളത്. നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മളിതിങ്ങനെ പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും ശരിക്കും ആർക്കും അറിയത്തില്ല. പക്ഷെ അത് കുറച്ച് കാലങ്ങളായി അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് കഴിക്കാനായിട്ട് അത്ര വലിയ ടേസ്റ്റാണെന്ന് ചോദിച്ചാൽ ഒരു നല്ല പുളി രസമുള്ളൊരു ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയുക, അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിന് ഔഷധ ഗുണത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. പിന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നല്ലൊരു ഔഷധമാണ്. നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുന്നതിന് നല്ല ഔഷധം, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് ഇതിലുള്ളത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും കാണാനായിട്ടില്ല. ഉള്ള ആൾക്കാരെല്ലാം വെട്ടി നശിപ്പിച്ചൊക്കെ കളയുന്ന, പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം. ഫ്രൂട്ട് ഇതാ ഈ കാണുന്ന ഈ ടൈപ്പാണ്. ഞാൻ പൊട്ടിച്ചെടുത്തത് ഇതാണ് സാധനം. ഇത് ശരിക്കും ഇതിനകത്തൊരു ചെറിയ കുഞ്ഞു കളറില ഇതാണ്ടോ, ഇതാണ് ഫ്രൂട്ട്. ഇത് നല്ല ഒരു പുളിയും മധുരവും കൂടി ചേർന്ന ഒരു ടേസ്റ്റി ഫ്രൂട്ടാണ്. ഇത് മുട്ടാമ്പിളി എന്നറിയപ്പെടാറുണ്ട്. ഒരുപാട് പേരുകൾ ഇതിനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പേരെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഉപകാരമായിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊളസ്ട്രോളിന് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഔഷധ ഗുണമുള്ള, എല്ലാം ഒന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇത് ശരിക്കും നല്ലൊരു ഔഷധ ഗുണമുള്ള നല്ലൊരു സസ്യമാണ്. നമുക്ക് നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരത്ത് കിട്ടുവാണെങ്കിൽ, നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരത്ത് എവിടെയെങ്കിലും ഇത് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗപ്രദമാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇതിന് ഒരുപാട് വിലയുണ്ടെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ആമസോണിലൊക്കെ ഇത് 1500 രൂപയും 1200 രൂപയൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ വില. ഈ ഫ്രൂട്ട് നടാനായിട്ട് നമ്മുടെ ആരുടെയെങ്കിലും കൈവശം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇത് ശരിക്കും നടാനായിട്ട് വളരെ ഈസിയാണ്. ഇതിന് വേറെ ഞാനത് അങ്ങനെ പിടിപ്പിച്ചെടുത്ത ഓക്കെ. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന ഈ പഴം ഉണ്ടല്ലോ, ജസ്റ്റ് ഇതിനൊന്ന് ഇങ്ങനെ പൊട്ടിച്ചാൽ മാത്രം മതി. കണ്ടോ, ഈ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന, ഞാൻ അടുപ്പിച്ച് കാണിച്ചു നോക്കി. കണ്ടോ, ഈ ചെറിയ കുഞ്ഞു തരികളാണ്. ഇതാണ് ശരിക്കും നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു മൺപാത്രത്തിൽ എവിടെയെങ്കിലും ഇച്ചിരി മണ്ണിട്ട് ആ മണ്ണയിൽ ഇത് വെച്ച് ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ തൈ മുളച്ച് വരുന്നതായിരിക്കും. അത്ര നല്ല എളുപ്പമാണ് ഇത് മുളപ്പിച്ചെടുക്കാനായിട്ട്. ഇത് മുളപ്പിച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു 3-4 ദിവസം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഇത് മുളച്ച് കഴിഞ്ഞാൽ ഇത് തറയിലേക്ക് ആക്കി നടുന്നതാണ് കുറച്ചുകൂടി ഗ്രോത്തായിട്ട് നല്ല ശക്തമായിട്ട് വളർന്നു വരാൻ പറ്റുന്നൊരു സാഹചര്യം കിട്ടുന്നത്. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ മഴക്കാലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇത് മുളച്ച് വരുന്നത്. എവിടെയെങ്കിലും ഇതിനെ കണ്ടാലും നശിപ്പിക്കാതിരിക്കുക. ഇതൊരു നല്ല ഔഷധ ഗുണമുള്ള നല്ലൊരു ഫ്രൂട്ടാണ്. എല്ലാവർക്കും കഴിക്കാം. അങ്ങനെ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല ഔഷധ ഗുണം ചെയ്യുന്ന, ഷുഗറൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മെഡിസിനാണ്. എല്ലാവർക്കും കഴിക്കാം. കാര്യം ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത്ര നല്ലൊരു ഫ്രൂട്ടാണ്. ശരിക്കും ഞാനതിൻ്റെ കുറച്ചുകൂടി അടുത്ത് കാണിച്ചിരുന്നത് നോക്കി. കണ്ടോ, ഇതിൽ നിറയെ ഫ്രൂട്ട്സാണ് നിൽക്കുന്നത്. ഇതൊക്കെ ശരിക്കും പാകമായതാണ്. അതുപോലെ നോക്കിയേ, കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഞൊട്ടാഞ്ഞൊടിയൻ എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള പുതിയ നാട്ടറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്നൊരിക്കൽ കൂടി പറയുന്നു. താങ്ക് യു.